ഈ ചൂട് കാലത്ത് പ്രത്യേകിച്ച് നമ്മൾ ഇന്ത്യയിലെ കാലാവസ്ഥ വെച്ച് നോക്കുമ്പോൾ കേരളത്തിൻ്റെ കാലാവസ്ഥ വ്യത്യസ്തമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ചൂട് പലപ്പോഴും നമ്മുടെ നോർത്ത് ഇന്ത്യയിലും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈ ഹീറ്റാണ്, ചൂട് മാത്രമേ ഉള്ളൂ. അവിടെ ഹ്യൂമിഡിറ്റി കുറവാണ്. ഇവിടെ നമ്മൾ കടലിനോട് ചേർന്ന പ്രദേശമായതുകൊണ്ട് ഹ്യൂമിഡിറ്റി കൂടുതലുണ്ടായതുകൊണ്ട് തന്നെ ഒരു പുഴുങ്ങുന്ന അവസ്ഥയാണ്. ഇതിനെ നമ്മൾ പറയുന്നത് പ്രഷർ കുക്കർ ഇഫക്റ്റ് എന്ന് പറയും. അതായത് പ്രഷർ കുക്കറിനകത്ത് വെച്ച് വേവിക്കുന്ന ഒരവസ്ഥയാണ് നമ്മുടെ കേരളത്തിലുണ്ടാകുന്നത്. അപ്പോൾ ആ ഹ്യൂമിഡിറ്റി ഉണ്ടായതുകൊണ്ട് തന്നെ ചൂടിൻ്റെ ആധിക്യവും അതിൽ നിന്നുണ്ടാകുന്ന സ്ട്രെസ്സും ഡേഞ്ചറും വളരെയധികം കൂടുതലാണ് കേരളത്തിലെ ഈ ചൂട് കാലാവസ്ഥയിൽ. പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് വളരെയധികം ചൂട് കൂടുന്ന അവസ്ഥയിൽ മനുഷ്യരെക്കാളേറെ മൃഗങ്ങൾ വളരെയധികം കഷ്ടത അനുഭവിക്കുകയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് പശുക്കളെ സംബന്ധിച്ചാണെങ്കിൽ നമ്മൾ പല മൃഗങ്ങളും പല രീതിയിലാണ് അവരുടെ അതിൻ്റെ ഒരു വ്യവസ്ഥയെന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ ഒരു പശുവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പശു പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ജീവിയാണ്. അപ്പോൾ ആ പാൽ ഉൽപ്പാദനം ചെയ്യണമെങ്കിൽ അതിൻ്റെ ബോഡി സ്ട്രക്ചറിനെക്കാട്ടിലും അതിൻ്റെ ബോഡിയുടെ ആവശ്യത്തിനേക്കാട്ടിലും ഏറെയായിട്ട് പാൽ ഉൽപ്പാദിപ്പിക്കുന്നതും അതിൻ്റെ ശരീരത്തിൽ ചൂടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഓരോ ലിറ്റർ പാൽ ഉൽപ്പാദിപ്പിക്കുമ്പോഴും അത് ബോഡിയിലെ BMR ബേസൽ മെറ്റബോളിക് റേറ്റിൻ്റെ കൂടുന്നതനുസരിച്ച് പാൽ ഉൽപ്പാദനം കൂടുതലുള്ള പശുക്കൾക്ക് ചൂട് കൂടുതലായിരിക്കും. അതായത് നമ്മൾക്ക് വേണ്ടി ആഹാരം കഴിച്ച് ജീവിക്കുന്നതിനുപരിയായിട്ട് ഒരു ഉൽപ്പാദനം ഉണ്ടാകുമ്പോഴത്തേക്ക് അത് ആ പ്രൊഡക്ഷൻ കൊണ്ടാവുന്ന സ്ട്രെസ്സും ഹീറ്റും കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള മൃഗങ്ങൾക്ക് അവരുടെ പാൽ ഉൽപ്പാദനവും അങ്ങനെയുള്ള കാര്യങ്ങൾ, ഹീറ്റ് സ്ട്രെസ്സ്, എന്ത് തന്നെ സ്ട്രെസ് ഉണ്ടെങ്കിൽ ആ ഉൽപ്പാദന ശേഷി കുറയും. അപ്പം അത് മാത്രമല്ല, നമ്മൾ ഈ ഒരു കാലാവസ്ഥയിൽ അങ്ങനെ ചൂട് കൂടുതലായിട്ട് വരികയാണെങ്കിൽ മരണം വരെ സംഭവിക്കുന്ന രീതിയിലേക്ക് പോകും. അപ്പം ഈ ചൂട് കാലാവസ്ഥയിൽ പല സൈഡ് ഇഫക്റ്റുകളാണ് മൃഗങ്ങൾക്കുണ്ടാകുന്നത്. പ്രത്യേകിച്ച് ഈ ഉൽപ്പാദനത്തിലേക്ക് പോകുമ്പോഴത്തേക്കും പാൽ ഉൽപ്പാദിപ്പിക്കുന്ന പശുക്കൾക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഈ പാലുൽപ്പാദനം കുറയുന്നു. അതുപോലെ വളരെയധികം ചൂട് കൂടിക്കഴിഞ്ഞാൽ അബോർഷൻ സംഭവിക്കുന്നു. അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഈ മേഖലയിലെ കർഷകർക്ക് ഉണ്ടാകുന്നു. വളർത്തു പക്ഷികളെ നമ്മൾ പ്രധാനമായിട്ട് നമ്മളൊരു ഈ കോഴികൾ അങ്ങനെയൊക്കെയുള്ള ബേഡ്സിനെ നമ്മളൊരു മാസായിട്ട് ഷെഡുകളിലാണല്ലോ വളർത്തുന്നത്. അപ്പോൾ ഷെഡുകളുടെ ഡിസൈൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഷെഡ് ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ ചൂടിൻ്റെ ആ സ്ഥലത്തെ ചൂടിൻ്റെ ഇതനുസരിച്ച് വേണം, നമ്മളൊരു ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിൽ വേണം ഈ ഷെഡുകൾ ഉണ്ടാക്കാനും. ഈ ഷെഡുകളുടെ മുകൾ ഭാഗം നമ്മൾ വൈറ്റ് പെയിൻ്റ് അടിക്കണം. അപ്പോൾ ആ പെയിൻറ്റിൻ്റെ ഇതുകൊണ്ട് സൺലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്ത് പോകുമ്പം തന്നെ നമുക്ക് അതിനകത്തുള്ള ചൂട് കുറവായിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ റൂഫിൻ്റെ ഹൈറ്റ്, റൂഫിന് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ എല്ലാം തന്നെ അതിനകത്തുള്ള വളർത്തുന്ന നമ്മുടെ പക്ഷികളുടെ സമ്മർ സീസണിലുള്ള ഹീറ്റിൻ്റെ അതനുസരിച്ചിരിക്കും അതിനകത്തുള്ള ഹീറ്റ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ പക്ഷികളെ അല്ലെങ്കിൽ മൃഗങ്ങളെ ഒബ്സർവ് ചെയ്യുമ്പോഴത്തേക്കും അവരിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ വെച്ചിട്ട് നമുക്ക് ഇത് ഹീറ്റ് സ്ട്രെസ് ഉണ്ടോ ഇല്ലയോ, അതിൻ്റെ ഏതൊക്കെ തലങ്ങളിലേക്ക് അത് പോയിട്ടുണ്ട്, ഡേഞ്ചറസ് ആണോ, നമുക്ക് ആക്ഷൻ എടുക്കേണ്ട സമയം എപ്പോഴാണ് എന്നൊക്കെ ഉള്ളത് ക്ലോസ് ആയിട്ട് ഇവയെ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവുന്നതാണ്. നമുക്ക് ഈ വളർത്തു നായ്ക്കളും നമ്മുടെ സ്ട്രീറ്റ് ഡോഗ്സും രണ്ടാണ്. സ്ട്രീറ്റ് ഡോഗ്സിനെ സംബന്ധിച്ചോളം അവർ ഫ്രീ ആണ്. അവരെ സംബന്ധിച്ചോളം അവർ രാത്രി കാലങ്ങളിൽ മാത്രമേ പുറത്തിറങ്ങുള്ളൂ. ഈ ചൂടുള്ള സമയത്ത് പകലെല്ലാം അവർ ഉറക്കമായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും തണലുള്ള സ്ഥലത്ത് അവർ ഫ്രീ ആയതുകൊണ്ട് അവർക്ക് ചൂസ് ചെയ്ത് എവിടെ പോകണമോ അവിടെ അവർക്ക് ചൂസ് ചെയ്ത് പോകാനുള്ള സ്വാതന്ത്ര്യം സ്ട്രീറ്റ് ഡോഗ്സിനുണ്ടായിട്ട് അവർക്ക് വലിയ പ്രശ്നമില്ല. എന്നാൽ വളർത്തു നായ്ക്കൾ അങ്ങനെയല്ല. വളർത്തു നായ്ക്കളെ നമ്മൾ കെട്ടിയിട്ട് വളർത്തുന്നു, അല്ലെങ്കിൽ നമ്മുടെ ആ വീട്ടിനകത്ത് വളർത്തുന്നു. അപ്പോൾ അങ്ങനെയുള്ളിടത്ത് അവർക്ക് ചോയ്സ് ഇല്ല. ചൂട് വരുമ്പോൾ അവർക്ക് എസ്കേപ്പ് ചെയ്ത് തണലത്തേക്ക് പോകാനായിട്ടുള്ള ഒരു ഫെസിലിറ്റി ഇല്ലാത്ത ഡോഗ്സിന് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും. ഉദാഹരണത്തിന് നമ്മൾ വീട്ടിലൊരു കൂടുണ്ടാക്കി, നായയുടെ കൂടുണ്ടാക്കി അതിനകത്താണ് നായ്ക്കളെ വളർത്തുന്നത്, അല്ലെങ്കിൽ ടെറസിൻ്റെ മുകളിലാണ് വളർത്തുന്നത്. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചൂട് അതിനെ അഫക്റ്റ് ചെയ്യുകയും ഹീറ്റ് സ്ട്രെസ്സ് പോലെ ബാധിക്കുകയും ചെയ്യും. പ്രത്യേകിച്ച് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അല്ലാത്ത ബ്രീഡ്സിനെയാണ് പലപ്പോഴും നമ്മളിപ്പം വളർത്തുന്നത്. ഇപ്പം പറഞ്ഞ പോലെ പഗ്, ഷിറ്റ്സു, ഈ ഹസ്കി,
സെൻറ്റ് ബെർണാർഡ് അങ്ങനെയൊക്കെ വിദേശ രാജ്യങ്ങൾ തണുപ്പ് സ്ഥലത്ത് ജീവിക്കുന്ന മൃഗങ്ങളെപ്പോലും നമ്മുടെ നാട്ടിൽ വളർത്തുമ്പോഴത്തേക്കും ഇവർക്ക് വളരെയധികം ഹീറ്റ് സ്ട്രെസ് വരികയും മരണപ്പെട്ടു പോവുകയും ചെയ്യുന്നത് സാധാരണമായിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമാണ്. അപ്പം ഇവയെ വളർത്തുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അവർക്ക് ഹീറ്റ് സ്ട്രെസ്സ് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. എപ്പോഴും വേണ്ടുന്നത് ഇവർക്ക് ഒരു കാറ്റ് വേണം. നമ്മുടെ ഒരു ആവാസ വ്യവസ്ഥയിൽ ഈ ഹ്യൂമിഡിറ്റി ഉണ്ടായതുകൊണ്ട് കാറ്റുണ്ടെങ്കിൽ മാത്രമേ അതിന് ആ തണുപ്പ് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ നമ്മളുടെ ഈ മൃഗങ്ങൾ നമുക്കറിയാമല്ലോ, ഓരോ തരം മൃഗങ്ങൾ വ്യത്യസ്തമാണ്. നായ്ക്കളെ സംബന്ധിച്ചോളം അവർക്ക് സ്വെറ്റ് ഗ്ലാൻസ് ഇല്ല. അപ്പോൾ വിയർത്ത് ബോഡി തണുക്കുന്ന ഒരു ഫെസിലിറ്റി നായ്ക്കൾക്കില്ല. അപ്പം മെയിനായിട്ട് അവരുടെ ആ ഹീറ്റ് തെർമോ റെഗുലേഷൻ നടക്കുന്നത് വായ്ക്കകത്തൂടാണ്. അപ്പോൾ വായിൽ കൂടെ അത് പാൻറ്റ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ആ ശരീരത്തിൻ്റെ ചൂട് വായിക്കൂടാണ് അത് പുറത്തേക്ക് തള്ളുന്നത്. അപ്പോൾ ഹീറ്റ് കൂടുമ്പം തന്നെ നമുക്കറിയാം നായ അണയ്ക്കുന്നത് കൂടും. അപ്പം അതിൻ്റെ ബോഡി ടെമ്പറേച്ചർ ഇപ്പോൾ സാധാരണ ഒരു നായയുടെ സാധാരണ ബോഡി ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 102 ആണ്. നമുക്കൊരു സാധാരണ ക്ലിനിക്കൽ തെർമോമീറ്റർ വെച്ചിട്ട് നായയുടെ റെക്ടൽ പാർട്ടിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീട്ടിലുള്ളവർക്ക് തന്നെ അറിയാൻ പറ്റും ഈ ടെമ്പറേച്ചർ എത്ര ഉണ്ടെന്ന്. ഈ ടെമ്പറേച്ചർ കൂടി 104 ആവുന്നു, 106 കഴിയുമ്പോഴത്തേക്കും നായ്ക്ക് ഒരു അബോധാവസ്ഥയിലേക്ക് പോവുകയും ഹീറ്റ് സ്ട്രെസ്സ് വരികയും ചെയ്തു. ഹീറ്റ് സ്ട്രെസ്സ് വന്നു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. എൻ്റെ ഒരു ലേറ്റസ്റ്റ് സ്റ്റേജസിന് ഹാർട്ടിൻ്റെ ഫങ്ഷനും അഫക്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പിന്നെ മരണപ്പെട്ടു പോവുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ മൃഗങ്ങളെ വെളിയിൽ കൊണ്ടുപോകുമ്പോഴത്തേക്കും പലപ്പോഴും നമ്മൾ കാറിൽ കൊണ്ടുപോകുന്നു. കാറിൽ കൊണ്ടുപോയിട്ട് നമ്മളൊരു ഹോട്ടലിൽ പോവുകയോ അല്ലെങ്കിൽ കടയിൽ പോകുമ്പം ഈ നായയെ കാറിനകത്ത് അടച്ചിട്ടുകയാണെങ്കിൽ വെയിലത്താണെങ്കിൽ വിത്തിൻ 10 മിനിറ്റ്സ് അത് മരണപ്പെട്ടു പോകും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ഹീറ്റ് എക്സ്ചേഞ്ച് നടക്കാതെ വരുമ്പോഴത്തേക്കും 10 മിനിറ്റിനുള്ളിൽ തന്നെ മരണപ്പെട്ടു പോകുന്നതാണ്. അതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ നായ്ക്കളെ നമ്മൾ നടത്തിക്കാൻ കൊണ്ടുപോകുമ്പം 7 സെക്കൻഡ് ടെസ്റ്റ് എന്ന് പറയും. അതുപോലെ നമ്മുടെ കൈപ്പത്തി തറയിൽ റോഡിൽ വെച്ച് കഴിയുമ്പോൾ 7 സെക്കൻഡ് നമുക്ക് ആ കൈപ്പത്തി വെക്കാൻ പറ്റില്ലെങ്കിൽ നായയുടെ കാൽപാദം പൊള്ളിപ്പോവും. നമുക്കറിയാം അത് പൊള്ളിപ്പോയി കഴിയുമ്പോഴത്തേക്ക് അത് പൊള്ളി ഇളകും. അതുപോലെ അതിൻ്റെ ചുറ്റും ചുമന്ന് വരും. അങ്ങനെയുള്ള പൊള്ളലുകൾ തന്നെ ഈ നായ്ക്കൾക്കുണ്ടാവും. അപ്പം അങ്ങനെ അതുപോലെ ഈ ഡോഗ്സിനെ കെട്ടിയിട്ട് വളർത്തുന്ന ഒരു ഇതാണ്. ഓഫീസിൽ പോകുമ്പോഴത്തേക്ക് നായയെ കെട്ടിയിട്ടൊക്കെ ആയിരിക്കും ഈ ചൂട് കൂടിയിട്ട് അതിന് രക്ഷപ്പെട്ട് പോകാനായിട്ടുള്ള ഇത് വരാതെ വരുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലുള്ള ആന്തരികമായിട്ടുള്ള അവയവങ്ങൾ ഒരു കുക്ഡപ്പാവുകയാണ്. അപ്പോൾ ചിലപ്പോൾ മരണപ്പെട്ടു പോയില്ലെങ്കിൽ പോലും അവയ്ക്കുണ്ടാവുന്ന രോഗങ്ങൾ പെട്ടെന്ന് കൂടുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ ഹീറ്റ് സ്ട്രെസ് ഉണ്ടാകുന്ന സമയത്ത് ഹാർട്ടിന് എന്തെങ്കിലും അസുഖങ്ങളുള്ള നായ്ക്കളാണ്. നമ്മൾ പലപ്പോഴും ഈ മനുഷ്യർക്ക് നോക്കുന്ന പോലെ ഒരു കാർഡിയോളജിക്കൽ എക്സാമിനേഷനൊന്നും ഈ നമ്മുടെ പെറ്റ് ആനിമൽസിന് കോമൺ ആയിട്ട് ചെയ്തെന്നിരിക്കില്ല. പക്ഷേ ഹൃദയത്തിന് എന്തെങ്കിലും പ്രശ്നമുള്ള ഡോഗ്സ് ആണെങ്കിൽ തന്നെ ഈ ഹീറ്റ് സ്ട്രെസ് വരുന്ന സമയത്ത് പെട്ടെന്ന് മരണപ്പെട്ടു പോകുന്നുണ്ട്. ഈ സീസണിൽ തന്നെ നമുക്ക് ഒരുപാട് നായ്ക്കൾ മരണപ്പെട്ടു പോവുകയുണ്ടായി. ഈ പാമ്പ് കടിച്ചിട്ട് സിറ്റിയിൽ തന്നെ ഒത്തിരി നായ്ക്കൾ ഇങ്ങനെ മരണപ്പെട്ടു പോയി. കാരണം ഈ പാമ്പുകൾ നമുക്കറിയാമല്ലോ, ഇത് ഒരു റെപ്റ്റൈലാണ്. അതിൻ്റെ കോൾഡ് ബ്ലഡഡ് ആനിമലാണ് പാമ്പെന്ന് പറയുന്നത്. അതായത് അതിൻ്റെ എൻവയൺമെൻറ്റിൽ എന്താണോ ടെമ്പറേച്ചർ അതാണ് ആ പാമ്പിൻ്റെ ടെമ്പറേച്ചറായിട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ ഈ പാമ്പുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആഹാരം വിഴുങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വിഴുങ്ങുന്ന സമയത്ത് അത് ദഹിക്കണമെങ്കിൽ അതിൻ്റെ ബോഡി ടെമ്പറേച്ചർ കൂടുതലായിരിക്കണം. അപ്പോഴാണ് അതിൻ്റെ സ്റ്റൊമക്കിൽ ആസിഡ് സെക്രീഷൻ വന്നിട്ട് ഇത് ഡൈജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചൂട് കാലത്ത് ഈ പൊതുവെ പാമ്പുകൾക്ക് വിശപ്പ് കൂടുതലായിരിക്കും. കാരണം ഈ തണുപ്പ് കാലത്ത് അവ പൊതുവെ ഒരു ഹൈബർനേഷൻ പോലെ ഒരു മന്ദഗതിയിൽ അതിൻ്റെ ആവാസ വ്യവസ്ഥയിലെ തണുപ്പനുസരിച്ച് അതിൻ്റെ ശരീരങ്ങളിലെ പ്രവർത്തനങ്ങളും മന്ദീഭവിച്ചിരിക്കും. ചൂട് കാലത്ത് ഇതിൻ്റെ സ്റ്റൊമക്കിലേക്കുള്ള ആസിഡ് സെക്രീഷൻ കൂടുമ്പോഴത്തേക്കും ഇതിന് വിശപ്പും ഇര തേടാനായിട്ടുള്ളതും അതുപോലെ തന്നെ അതിന് ടെമ്പറേച്ചർ വളരെയധികം കൂടുമ്പോഴത്തേക്കും തണുപ്പുള്ള സ്ഥലങ്ങളിലേക്ക് അത് പോകാനായിട്ടുള്ള ഒരു തേടിപ്പോകും. അപ്പോൾ ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ്. അപ്പോൾ അത് കൂടുതൽ ഇര തേടി പോകുമ്പോഴത്തേക്കും നമുക്കറിയാം പാമ്പുകൾ അതിൻ്റെ വേറെ മൃഗങ്ങളുടെ ഹീറ്റ് സെൻസ് ചെയ്തിട്ടാണ്
അത് ഇരയാണോ എന്നുള്ളത് നോക്കുന്നത്. അപ്പോൾ അങ്ങനെ തന്നെ ഈ നായ്ക്കളെ രാത്രി കാലങ്ങളിൽ ഒരുപാട് കടി ഏൽക്കുന്നുണ്ട്. അപ്പോൾ കടി ഏൽക്കുന്ന സമയത്ത് നമ്മൾ നമ്മൾ ഈ നായ്ക്കൾ കുരയ്ക്കുമ്പം തന്നെ നമ്മൾ ടോർച്ചുമായിട്ടൊന്ന് നോക്കുക, അവരുടെ ആവാസ വ്യവസ്ഥയിൽ അല്ലെങ്കിൽ അവരുടെ കൂടിൻ്റെ അടുത്തോ മറ്റ് ജീവികളുണ്ടോ എന്നുള്ളത് നോക്കുക. പിന്നെ ഇത് കടിയേറ്റ് കഴിഞ്ഞാൽ നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ദേഹത്ത് എവിടെയെങ്കിലും മുറിവുകളുണ്ടോ, ആ മുറിവുകളിൽ നിന്ന് രക്തം ഇത് വരുന്നുണ്ടോ, നായ്ക്ക് തളർച്ചയുണ്ടോ, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നോക്കി നമുക്ക് പാമ്പിനെയും കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഉടനെ തന്നെ ഒരു വെറ്ററിനറി ഹോസ്പിറ്റലിലേക്ക് പോവുക. ഇപ്പോൾ രാത്രി കാലങ്ങളിലാണെങ്കിൽ നമുക്ക് ഈ 24 hours പ്രവർത്തിക്കുന്ന ആശുപത്രിയുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ തിരുവനന്തപുരത്താണെങ്കിലും മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുണ്ട്. ഈ ഹോസ്പിറ്റലുകളിലെല്ലാം തന്നെ ആൻറ്റിവെനം സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉടനെ തന്നെ അവിടെ കൊണ്ടുപോയി ഈ ആൻറ്റിവെനം നൽകുകയും അതിന് വേണ്ടുന്നുള്ള ശുശ്രൂഷയും ചെയ്ത് കഴിഞ്ഞാൽ ഇവരെ രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് ഉൾപ്പെടെ തന്നെ നമ്മൾ ചെയ്യേണ്ടത്, ഏത് പാമ്പാണ് കടിച്ചതെന്ന് നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് വെക്കുക. ചിലപ്പോൾ വൈപ്പറാണ് കടിച്ചെങ്കിലോ കോബ്രയാണ് കടിച്ചെങ്കിലോ നമുക്ക് ഇവരെ ചികിത്സിക്കാൻ കിട്ടുന്ന സമയം ദൈർഘ്യം അതിനനുസരിച്ച് മാറിയിരിക്കും. അതുപോലെ തന്നെ വൈപ്പറാണെങ്കിൽ കൂടുതലും നമുക്കൊരു ഹീമോടോക്സിക് ആയിട്ടുള്ള ഒരു ചേഞ്ചസ് വരുമ്പോഴത്തേക്ക് അത് കിഡ്നിയെ ആയിരിക്കും കൂടുതലും ബാധിക്കുന്നത്. കോബ്ര കടിക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ സമയം നമുക്ക് ട്രീറ്റ് ചെയ്യാനായിട്ട് വൈപ്പറിൻ്റെ കിട്ടും. അതുപോലെ ഈ പാമ്പിൻ്റെ സൈസ് അനുസരിച്ചും എത്രത്തോളം വിഷം ഈ ആനിമൽസിൻ്റെ ദേഹത്ത് ചെന്നു എന്നൊക്കെ അനുസരിച്ചിരിക്കും ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റും. അതുപോലെ തന്നെ അവരെ രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റുന്ന നമ്മുടെ ആ ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോളൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് സഹായകരമായിരിക്കും. അതുപോലെ തന്നെ ലബോറട്ടറി ഫെസിലിറ്റി ഉള്ള ആശുപത്രിയിൽ നമുക്ക് ഈ ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്നുണ്ടോ അങ്ങനെയൊക്കെ ഉള്ള ടെസ്റ്റുകളും കൂടെ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ഇതിൻ്റെ ആന്തരിക അവയവങ്ങൾ എന്തുമാത്രം വിഷം ബാധിച്ചിട്ടുണ്ട് എന്നൊക്കെ ഉള്ള ഒരു ധാരണയും ഒക്കെ കിട്ടുമ്പോഴത്തേക്കും നമ്മുടെ ട്രീറ്റ്മെൻറ്റും കുറച്ചുകൂടെ ഫലപ്രദമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ ഈ ഒരു ചൂട് സമയത്ത് കാടുകളിൽ, പ്രത്യേകിച്ച് ഈ വൈൽഡ് ലൈഫ് സാങ്ച്വറീസിലൊക്കെ പോകുമ്പോൾ അതിരാവിലെയും മാത്രമേ ഇറങ്ങിയാലേ നമുക്ക് മൃഗങ്ങളെ കാണാൻ പറ്റുള്ളൂ. ചൂടങ്ങോട്ട് കൂടിക്കഴിഞ്ഞാൽ എല്ലാം ഈ മൃഗങ്ങൾ അതിൻ്റെ തണൽ കിട്ടുന്ന സ്ഥലങ്ങളിലേക്ക് പോയി പകല് ഈ ചൂടത്ത് അത് പോയി റെസ്റ്റ് ചെയ്യുന്ന ഒരു ഇതാണ് നമുക്ക് പൊതുവേ കാണുന്നത്. അതുകൊണ്ട് തന്നെ മൃഗങ്ങളെ സ്പോട്ട് ചെയ്യാനും ബുദ്ധിമുട്ടാണ്. അപ്പം വന്യജീവികൾ ഈ പറയുന്ന അതിൻ്റെ ആവാസ വ്യവസ്ഥയിൽ വെള്ളം കിട്ടാതെ വരുന്നത് ഒരു വലിയ കാര്യമാണ്. പലപ്പോഴും നമ്മൾ ഈ വൈൽഡ് ലൈഫ് സാങ്ച്വറീസിൽ നമ്മൾ കുളങ്ങളുണ്ടാക്കി കൊടുത്തിട്ടുണ്ട്, അങ്ങനെ വെള്ളത്തിൻ്റെ ട്രഫുകളൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിലും പലതിലും ഈ സമ്മർ സീസണിൽ അത് വറ്റി വരണ്ടിരിക്കുന്നതായിട്ടാണ് കാണപ്പെടാറുള്ളത്. അപ്പം ആ വെള്ളം തേടിയുള്ള പോക്കിൽ അത് കാട് വിട്ടിറങ്ങി വരുന്നുണ്ട്. അതുപോലെ തന്നെ കാടിൻ്റെ പച്ചപ്പും പല സസ്യങ്ങളും അത് ഉണങ്ങിപ്പോകുന്നതായിട്ടും കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കാട്ടിനകത്തുള്ള സസ്യങ്ങളുടെ തന്നെ അവരുടെ ഇലകൾ എന്ന് പറയുന്നത് നല്ല കട്ടിയായിരിക്കും. അപ്പോൾ നാട്ടിലിറങ്ങി നമ്മുടെ യൂറിയയും ഒക്കെ വളങ്ങളുള്ള ഈ വൃക്ഷങ്ങളുടെ ഇലയെന്ന് പറയുന്നത് കുറച്ചുകൂടെ സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ അത് കൂടുതൽ പ്രിഫർ ചെയ്ത് നാട്ടിലേക്ക് വരാറുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.